അച്ചടക്കം എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അച്ചടക്കമാണ് വിജയത്തിൻ്റെ ഘടന കെട്ടിപ്പടുത്തുന്ന പ്രധാന ശില. ഇതൊരു കലയാണ്. ഉത്തരവാദിത്തത്തിൻ്റെ സത്യയും കടമകളുടെയും അഭിലാഷങ്ങളുടെയും മനസ്സാക്ഷിയുടെയും നിർവഹണവും ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മികതയാണ്. കേവലം ആഗ്രഹമല്ല, ആവശ്യമുള്ളത് പാലിക്കുവാനുള്ള മനക്കരുത്തിന് നിയന്ത്രണത്തിൻ്റെ കാതലായി കാണുന്നു. അത് സാംസ്കാരിക അതിർവരമ്പുകൾ ഭേദിക്കുന്ന വ്യക്തികളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന മാനവികതയുടെ, പുരോഗതിയുടെ, കൂട്ടായ്മയുടെ സാർവത്രിക സ്പർശനക്കല്ലാണ്. അച്ചടക്കത്തിലൂടെ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കുവാനും പ്രവർത്തിക്കാനുമുള്ള സ്വയംഭരണം ലഭിക്കുന്നു. വിജ്ഞാന സമ്പാദനം മാത്രമല്ല, സ്വയം അടിച്ചേൽപ്പിക്കപ്പെട്ട പരിമിതികളുടെ അവലോകനവും കൂട്ടായ്മയുടെയും പഠനത്തിൻ്റെയും അനുഭവജ്ഞാനത്തിൻ്റെയും പൂർത്തീകരണവും ഇത് ഉൾക്കൊള്ളുന്നു. സ്വയം നിയന്ത്രണം ഉയർത്തിപ്പിടിക്കുക എന്നത് ഉത്തരവാദിത്തത്തെ ഉൾക്കൊള്ളുക എന്നതാണ്. അതായത് ഒരാളുടെ ലക്ഷ്യങ്ങൾക്കായി എടുക്കുന്ന തീരുമാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാരം സ്വയം വഹിക്കുന്നു. എടുക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പിലും അന്തർലീനമായ ഉത്തരവാദിത്വം അംഗീകരിച്ചുകൊണ്ട് വലിയ നന്മ നേടുന്നതിനായി വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധത വളർത്തുന്നു. അച്ചടക്കത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. പലപ്പോഴും സമപ്രായക്കാർ, കുടുംബം, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധങ്ങളെ നേരിടേണ്ടി വരുന്നു. എന്നിരുന്നാലും എതിർപ്പിൻ്റെ ഓരോ ഏറ്റുമുട്ടലിലും സ്വയം ശക്തിയുടെ വ്യാപ്തി വികസിക്കുന്നു. മാത്രമല്ല, ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുകയും ഉത്തരവാദിത്വ ബോധം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പരിശ്രമത്തിലൂടെ മറികടക്കുന്ന ഓരോ വെല്ലുവിളിയും ഒരു നാഴികക്കല്ലായി മാറുന്നു. ഇത് വ്യക്തികളെ മുൻകൂട്ടി കാണാൻ കഴിയാത്ത അവസരങ്ങളുടെ ചക്രവാളത്തിൻ്റെ പരിമിതികളെ മറികടക്കാൻ സഹായിക്കുന്നു. യഥാർത്ഥ ശക്തീകരണം ഉത്തരവാദിത്തത്തിൻ്റെ തലത്തിലും അതിൻ്റെ സ്വീകാര്യതയിലൂടെയാണ്. ഒരാൾ തൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ശക്തിയും സാധ്യതയും കണ്ടെത്തുന്നത്. അച്ചടക്കത്തിൻ്റെ പാത പരിവർത്തനാത്മകമാണ്. ഒരാളുടെ കഴിവുകളുടെ ആഴം അനാവരണം ചെയ്യുകയും മറികടക്കാനാവാത്ത പ്രതിബന്ധങ്ങൾക്കെതിരെ പ്രതിരോധം വളർത്തുകയും ചെയ്യുന്നു. ആത്യന്തികമായി സ്വയം കണിശത എന്നത് കേവലം നിയമങ്ങൾ അനുസരിക്കുക മാത്രമല്ല, അത് മനസാക്ഷിപരമായ പ്രവർത്തനത്തിൻ്റെ മൂർത്തിഭാവമാണ്. വലിയ നന്മയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാണ്. ഓരോ വ്യക്തിക്ക് ശക്തിയുടെയും സ്വഭാവത്തിൻ്റെയും മുഖമുദ്രയാണ്. നന്ദി.